വയലൻസ് സിനിമ എന്നിട്ട് ഒട്ടുക്കത്ത വയലൻസ് ആണ്. വെട്ടിക്കൂട്ടി ഇറച്ചിക്കട പോലെയാണ് ഇപ്പോഴത്തെ സിനിമ. എന്താണ് ഇവരുടെ ഒരു ആസ്വാദനം ഇവിടെ എത്തിയിരിക്കുന്നത്? ഒരു ചിരിയുള്ള പടം വന്നിട്ട് എത്ര കാലമായി? കാരണം ഇവരുടെ കയ്യിൽ മുഴുവൻ ഈ വയലൻസും സ്റ്റണ്ടും മാത്രമേ ഉള്ളൂ. ഒന്ന് നിങ്ങൾ ഒരു ചിരിയുള്ള പടം നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച പടങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. ഹലോ ഗൈസ്, സലിംകുമാർ ഈ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ 2025 ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അല്ലേ? വെട്ടും കുത്തും കൊലയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇതൊരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു സിനിമയെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന ഒന്നുമല്ല. ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ അങ്ങനെയാണ്. മൊത്തവും വെട്ടും കുത്തും വയലൻസ്, ഫുള്ള് വയലൻസ് ആണ്. ഇങ്ങനെയുള്ള ഓരോ സിനിമകളൊക്കെ പോയി കണ്ടിട്ട് ഇതേ രീതിയിൽ സ്വന്തം ജീവിതത്തിലും ഇതേ രീതിയിൽ ഓരോ ആൾക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? വെട്ട്, കുത്ത്, കൊല, സ്വന്തം അമ്മയെ കൊല്ലുന്നു, അയൽവക്കക്കാരെ കൊല്ലുന്നു, അങ്ങനെ പല രീതിയിലുള്ള ഓരോരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഇതിനൊക്കെ ഒരു മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പം ഇറങ്ങുന്ന സിനിമകൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സലിംകുമാർ ആണെങ്കിലും പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. നമ്മളൊക്കെ പണ്ടല്ലേ, നമ്മളൊക്കെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിരിക്കുന്ന എത്രയോ സിനിമകളുണ്ട്. ഈ സലിംകുമാറൊക്കെ തന്നെ അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട് അല്ലേ? നമ്മളൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെയുള്ള സിനിമകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. ഇപ്പം ഇറങ്ങുന്ന സിനിമകളൊക്കെ എന്തുവാ? മൊത്തം വെട്ട്, കുത്ത്, വയലൻസ്, ഇതാണ് ഇപ്പം ഇറങ്ങുന്നത്. ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള സിനിമകളോടാണ് താല്പര്യം. 100-ൽ 50% ആൾക്കാർക്കും അങ്ങനെയുള്ള സിനിമകളോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും ഇതുപോലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. ചേന്നമംഗലത്ത് ഋതു എന്ന് പറയുന്ന ഒരു പയ്യൻ, 28 വയസ്സേ ഉള്ളൂ. അവൻ ഒറ്റയടിക്ക് 4 പേരെയാണ് അവൻ ക്രൂരമായിട്ട് മർദ്ദിച്ച്. അതിൽ 3 പേര് സ്പോട്ടിൽ തന്നെ മരിച്ചു. ബാക്കി ഒരാളുള്ളത് ഇപ്പോഴും അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിലാണ്. അതിനുശേഷം സ്വന്തം ഉമ്മയെ മകൻ തന്നെ വെട്ടിക്കൊന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം കഠിനാകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കാമുകൻ, എന്താ പറയുക, ഒരു പെൺകുട്ടിയെ, അതൊരു ഭാര്യയാണ്, അവരെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊന്നു. ഇങ്ങനെയുള്ള ഓരോരോ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ എത്രയോ വാർത്തകൾ. ഇതിലിപ്പോൾ എടുത്ത് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞിടെ ഇറങ്ങിയൊരു സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു സിനിമയുണ്ട്, മാർക്കോ. ആ ഒരു സിനിമ നല്ല രീതിയിൽ തിയേറ്ററുകളിൽ ഓടിയിരുന്നു. അത്യാവശ്യം എല്ലാവരും നല്ലൊരു റിവ്യൂ പറഞ്ഞൊരു സിനിമയായിരുന്നു. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണ ആൾക്കാർക്ക് ആ ഒരു സിനിമ പോയി കാണാൻ കഴിയില്ല. കാരണം ആ ഒരു സിനിമയിൽ അത്രത്തോളം വയലൻസ് ഉണ്ട്. ഈ പറയുന്ന, ഞാൻ ആ സിനിമ കാണാൻ പോയിട്ടില്ല കേട്ടോ. പക്ഷെ ആ ഒരു സിനിമയുടെ ആ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ പല രീതിയിലുള്ള റിവ്യൂസ് നമ്മൾ കേട്ടു. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഫുൾ വയലൻസ് തന്നെയാണ്. അങ്ങനെയുള്ള സിനിമകളും നമ്മുടെ ഇന്നത്തെ സമൂഹത്തെ നശിപ്പിക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. അതിനെക്കുറിച്ച് ഇപ്പം നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ആ ഒരു സിനിമയെ വിമർശിച്ചു, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമുക്കെതിരായിട്ട് നമ്മളുടെ നേരെ വരും. പക്ഷെ നമ്മൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും നടക്കും. അതിനുള്ളൊരു ഉദാഹരണമാണ് ഇപ്പം ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ദുരന്തങ്ങൾ. അതും കൊടും ക്രൂരതകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് കുത്ത്, കൊല, വെട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഭയമുണ്ട്. കാരണം നമ്മളുമൊക്കെ ഇതുപോലുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മളുമൊക്കെ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നുവെങ്കിൽ പോലും ഇതുപോലുള്ള ഓരോരോ ആൾക്കാർ ഇതുപോലുള്ള ഓരോ സിനിമകൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മദ്യം, മയക്കുമരുന്ന്, ലഹരിക്ക് അടിമയായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ. ലഹരിക്ക് അടിമയായിട്ട് ഇന്നിപ്പോൾ നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടിരുന്നു ഒരു പയ്യൻ, അവൻ എന്താ പറയുക, ലഹരിക്ക് അടിമയാണ്. അതിലുപരി ഈ ഒരു ലഹരി വിൽപ്പന നടത്തുന്ന ഒരുത്തനാണ്. അവൻ പറയുന്നത് ഈ ഒരു ലഹരി, അതായത് ഈ MDMA, മയക്കുമരുന്ന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് വിദ്യാർത്ഥികൾ, അതുപോലെ ഡോക്ടേഴ്സ്, നേഴ്സ്, ഭാര്യ ഭർത്താക്കന്മാർ, കുട്ടികൾ വരെ ഈ ഒരു മയക്കുമരുന്ന്, അതായത് ഈ MDMA ഒക്കെ വാങ്ങാനായിട്ട് ഇവൻ്റെ അടുത്ത് വരുമെന്നാണ് പറയുന്നത്.
അപ്പോൾ അതൊക്കെ കേട്ടുമ്പോൾ വല്ലാത്തൊരു ഭയമാണ് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ കുഞ്ഞുങ്ങളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുവാണ്. ഈ ഒരു സമൂഹത്തിലാണ് വളർന്നു വരുന്നത്. ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, വളരെ അപകടം നിറഞ്ഞൊരു സമൂഹമായി മാറിക്കഴിഞ്ഞു നമ്മുടേത്. അതായത് എവിടെ നോക്കിയാലും വെട്ട്, കുത്ത്, കൊല, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് കയറി കുത്തിക്കൊല്ലുന്നു. സ്വന്തം അമ്മയെന്നോ അച്ഛനെന്നോ ഇല്ലാതെ കൊലകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതിലിപ്പോൾ നമ്മുടെ സലിംകുമാർ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളും ഇതിലൊരു പ്രധാന ഘടകം തന്നെയാണ്. അതിന് ഉദാഹരണമാണ് ഈ ഉണ്ണിമുകുന്ദൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഈ ഒരു സിനിമ. ആ ഒരു സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ ബോധം കെട്ട് വീണ ആൾക്കാർ വരെ ഉണ്ട്. കാരണം അത്രത്തോളം വയലൻസ് ആണ് ആ ഒരു സിനിമയിൽ നിന്ന് പറയുന്നത്. ഇപ്പം സിനിമക്കാർ എന്താ പറയുക, അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടും അവരുടെ ആ ഒരു അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെയുള്ള സിനിമകൾ അടിച്ചിറക്കുന്നു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് വഴിതെറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെ നമ്മുടെ വരും തലമുറ വഴിതെറ്റി പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, ഒരു സ്കൂൾ വിദ്യാർത്ഥി, +1 പഠിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി അധ്യാപകരോട് പറയുന്ന ചില വാക്കുകൾ, പുറത്തിറങ്ങിയ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഡയലോഗുകൾ. ഇങ്ങനെയുള്ള ഡയലോഗുകൾ വരെ ഈ കുട്ടികൾ പഠിക്കുന്ന പല സിനിമകളിൽ നിന്നാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോണ്, ഇതിലൊക്കെ കൂടി വരുന്ന ഓരോരോ സംഭവങ്ങൾ നമ്മുടെ മക്കള് അല്ലെങ്കിൽ വരും തലമുറ ഇതെല്ലാം കണ്ടും കേട്ടുമാണ് വളരുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും അല്ലെങ്കിൽ ക്രൂരതകളും എങ്ങനെ വർദ്ധിക്കാതിരിക്കും? എന്തായാലും സലിംകുമാർ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം നമ്മൾ പണ്ടത്തെ സിനിമകളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ എന്താ പറയുക, സിനിമകളിൽ വലിയ കഥയോ ഒന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും നമുക്കൊക്കെ ഒരുപാട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് അല്ലെ. ഒരുപാട് സിനിമകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ. പക്ഷെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സിനിമകളില്ല. ഇങ്ങനെയുള്ള കുറേ വയലൻസ് അങ്ങനെയുള്ള സിനിമകളാണ് ഇറങ്ങുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സലിംകുമാർ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത്.